ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഡബിൾ സൈഡഡ് ഗ്രിൽ പാനിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാണ്. അതിനായിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്കായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം ഒരു 15 കൊച്ചുള്ളിയും 10 വെളുത്തുള്ളിയും എടുത്ത് ചൂടാക്കുക. 1 മിനിറ്റോളം ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി 2-3 കഷ്ണങ്ങളായിട്ട് പൊറിച്ചിട്ട് ഇളക്കുക. ശേഷം അതിലേക്കായിട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലി കൂടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് പട്ടയും 2-3 ഗ്രാമ്പുവും 4 വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക. നന്നായി ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കുക, എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായി പിടിക്കുകയുള്ളൂ. ആ മസാലയിൽ ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം തേച്ച ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ എടുക്കാം. ഇതിൽ ഈ പാനിൽ വേണമെങ്കിൽ നമുക്കൊരു എണ്ണ കുറച്ച് തടവാം. ആ 2 സൈഡുമായിട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് ചിക്കൻ വെക്കാം. തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി പാൻ ചൂടായി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം. പാൻ ചൂടായി വന്ന ശേഷം നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും തിരിച്ചും മറിച്ചും വെച്ച് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ 20 മിനിറ്റിന് ശേഷം മറിച്ചിട്ടതാണ്. അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിനോടൊപ്പം കഴിക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചിക്കൻ വെന്ത് വരാൻ ഒരു 1 അവർ മേലെ എടുക്കും. ഇപ്പോൾ ഏകദേശം 1 അവറോളം ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഫുൾ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. വേണമെങ്കിലൊന്ന് കഴിച്ചു നോക്കാം ഒരു പീസ് എടുത്തിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയോ കുബൂസോ ചേർത്ത് രുചിയോടെ കഴിക്കാം.